നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെ മനുഷ്യപുത്രന്റെ കാലം വരും. ലൂക്കോസ് സുവിശേഷം 17-26-27 വാക്യങ്ങൾ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചുകൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതം വിട്ട നാൾ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. ലോത്തിന്റെ നോഹയുടെ കാലഘട്ടം പോലെ. ലോത്ത് നോഹ പ്രവാചകൻ 120 വർഷക്കാലം പ്രസംഗിച്ചു. ആരും മാനസാന്തരപ്പെട്ടില്ല. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അപ്പൊ നോഹ പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്, ദൈവം ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ പോന്നു, ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആർക്കും മാനസാന്തരം ഉണ്ടായില്ല. അവരെ ദൈവം വെള്ളത്താൽ നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്തും അങ്ങനെ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. സ്തോത്രം. മ്ലേച്ഛത, സോതോമ്യ പാപം. ആണാണിനോടും അപലക്ഷണം കാണിക്കുന്നു. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അമ്മ മകനെ വിവാഹം കഴിക്കുന്നു. അപ്പൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാവുന്നു. 3 മാസമുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. കൂട്ടമായി പീഡിപ്പിച്ചതിന് ശേഷം കൊന്നുകളയുന്നു. സ്തോത്രം. ഇത് ലോത്തിന്റെയും നോഹയുടെയും കാലഘട്ടം പോലെ മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ. അന്ന് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. സ്തോത്രം. അത് ലോകത്തിന്റെ നോഹയുടെ കാലഘട്ടം പോലെ. ഗലാത്യർ എഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിന്റെ 49-ാം അധ്യായം. ഗലാത്യരെന്ന 16-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ സഹോദരിയായ സൊദോമിന്റെ അകൃത്യമേ, ഗർവവും തീപുണപ്പും നിർഭയസ്വരവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. സൊദോമ്യ പാപം ബോധിച്ച പോലുള്ള ജീവിതമായിരുന്നു. ബോധിച്ച പോലുള്ള നടപ്പും ബോധിച്ച പോലുള്ള പ്രവൃത്തിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രന്റെ വരവിന് മുമ്പായിട്ട് അതെങ്ങനെ സംഭവിക്കും? തീമ്പുളപ്പ. സ്തോത്രം. തീമ്പുളപ്പുണ്ട്, ഗർവുണ്ട്. സ്തോത്രം. അപ്പൊ തീമ്പുളപ്പ് നിമിത്തം ദൈവത്തെ മറന്നുള്ള ജീവിതം, ആഡംബരമായുള്ള ജീവിതം, ആർഭാടമായുള്ള ജീവിതം, ആഡംബര വീട്, ആഡംബര കാറ്, തോട്ടം, ദ്രവ്യാഗ്രഹം, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം സൊദോമ്യ പാപത്തിന്റെ അനുവർത്തനങ്ങളാണ്. സ്തോത്രങ്ങളില് അവർക്ക് ബോധിച്ച പോലുള്ള ജീവിതമായിരുന്നു. ബോധിച്ച രീതിയിലുള്ള ജീവിതം. ജാതികളുമായിട്ട് ഇടകലറുക, ഇണയിലപ്പിണ കൂടുക, ഇതൊക്കെ സൊദോമ്യ പാപത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രത്തിലേക്ക് വന്നു. അത് ബോധിച്ച പോലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ബോധിച്ച രീതി നടക്കുന്നവരെ കർത്താവ് ബോധിച്ചതുപോലെ അവരെ നീക്കിക്കളയും. ഇവിടെ സൊദോമ്യ പാപം നിമിത്തം സൊദോമിനെ അങ്ങനെ ദൈവം നീക്കിക്കളയും. അവർ തോന്നുന്നു അഹങ്കാരികളായി.
നെഗളികളും അഹങ്കാരികളുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രന്റെ വരവിന് മുമ്പായ നെഗളികളും അഹങ്കാരികളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ബോധിച്ച പോലെയുള്ള ജീവിതം. അതുകൊണ്ട് ദൈവം അവരെ ബോധിച്ച രീതിയിൽ നീക്കിക്കളഞ്ഞു. യെശയ്യാപ്രവചനം 22-ാം അധ്യായം അതിന്റെ 12 മുതൽ 13-14 വാക്യങ്ങൾ. ആനന്ദവും സന്തോഷവും, കാള ഇറക്കുക, ആട് ഇറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നെങ്ങനെയായിരുന്നു സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളിച്ചു. മ്ലേച്ഛത പ്രവർത്തിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പോത്തിറച്ചി, മട്ടൻ ഇറച്ചി, ചിക്കന്, ഇതെല്ലാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കാരണം നെഗളിച്ചു നടക്കുക, അഹങ്കരിച്ചു നടക്കുക, ബോധിച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ അകൃത്യത്തിൽ നിങ്ങൾ മോചിക്കപ്പെടുകയില്ല എന്ന്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യത്തിൽ നിന്ന് മോചിക്കുകയില്ല എന്ന് കർത്താവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അവിടെ തിമോഥെയോസിന്റെ ലേഖനത്തില് അതിന്റെ 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ 20 കൂട്ടം പാപികളെ കാണിക്കുന്നു. സ്വതോമ്യ പാപമുണ്ട്, അഹങ്കാരം. അന്ത്യകാലത്ത് അതിന്റെ 3-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസനീകളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അചന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും നാട്യക്കാരും നെഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക വീടുകളിൽ നുണ കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകും. അങ്ങനെ 20 കൂട്ടം പാപികളെ അവിടെ കാണിക്കുന്നു. സോദോമിയം കർത്താവിന്റെ വരവിന് മുമ്പ് ലോത്തിന്റെയും നോബയുടെയും കാലഘട്ടം പോലെ ആയിരിക്കുക. സ്തോത്രമില്ല. എല്ലാവരുടെയും ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ധനം സ്വരൂപിക്കുക. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുകയും നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കവ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്തുവേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വരുന്നു. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈനികരുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോട് സുഖിച്ചും പുളച്ചും കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. അപ്പൊ ധനം സ്വീകരിക്കുക. മണിച്ചെയിൻ, ലോട്ടറി, ചിട്ടി, ബ്ലേഡ് കമ്പനി, തട്ടിപ്പ് സംഘം, റിയൽ എസ്റ്റേറ്റ്, ഇവയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഭരണമില്ലാതാകും. കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് ഭരണം ഇല്ലാതാകും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-50 സ്വർഗത്തിലെ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച തുടങ്ങും. സ്തോത്രമില്ല. 1000 ആണ്ട് വാഴ്ചക്കുമ്പോട്ട് സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ട് അഗാധ ഗൃഹത്തിലിട്ട് മുദ്രയിൽ പ്രൈസിലുണ്ടിരിക്കും. അതിനുശേഷം തന്റെ പ്രഭുക്കന്മാർക്ക് അധികാരം കൊടുത്തതിന് ശേഷം കർത്താവ് 1000 ആണ്ട് ഭൂമിയിൽ ഭരണം നടത്തും. ഇനി ഒരു ജനാധിപത്യ ഭരണമോ രാജകീയ ഭരണമോ ഉണ്ടാവുകയില്ല.
അത് മൊത്തം ദൈവം ഇല്ലാതാകും. ആഗോള താപം വർദ്ധിക്കുന്നു, പരിസ്ഥിതി മലിനീകരണം, ഓസോൺ പാളിയിലുള്ള വിള്ളൽ, ഭൗമിക പാളി തെറ്റുന്നു, ധ്രുവങ്ങളിലുള്ള വ്യത്യാസം. സ്തോത്രം. അപ്പോൾ ഇതിന് സംഭവിക്കാനുള്ളതാണ്. പരിസ്ഥിതി മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഓസോൺ പാളിയിലുള്ള വിള്ളലുകൾ വർദ്ധിക്കുന്നു, ഭൗമ പാളികൾ തെറ്റുന്നു, അവിടെ ഇവിടെയായിട്ട് ഭൂമികുലുക്കം ഉണ്ടാകുന്നു, ധ്രുവങ്ങളിലുള്ള വ്യത്യാസം. കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുക. ലോകശാസ്ത്രത്തിന്റെ മുന്നറിയിപ്പ്, ചിക്കാഗോയിൽ വിനാശ ക്ലോക്ക്. അത് വിനാശ ക്ലോക്ക് പറയാൻ കാരണം ലോകാവസാന ഭീഷണിയെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത് ഷിക്കാഗോ ആസ്ഥാനമായുള്ള ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് കൂട്ടായ്മയിലെ ശാസ്ത്രജ്ഞൻ അർദ്ധരാത്രിയാകാൻ 2 മിനിറ്റ് 30 സെക്കൻഡും എന്ന അവസ്ഥയിലായിരിക്കുന്നു ഘടികാര സൂചികൾ ഇതുവരെ. അപ്പോൾ 2 മിനിറ്റും 30 സെക്കൻഡേ ഉള്ളൂ ലോകാവസാനത്തിന്. കാരണം അമേരിക്ക ഉത്തര കൊറിയ തമ്മിലുള്ള യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. അപ്പോൾ അവര് മുന്നറിയിപ്പ് നൽകി, നീ ലോകം അവസാനിക്കാൻ 2 മിനിറ്റും 30 സെക്കൻഡും മാത്രമേ ഉള്ളൂ എന്ന്. സ്തോത്രമില്ല. 2018 ഒന്നാം മാസം 28-ാം തീയതി ഞായറാഴ്ച മനോരമ ന്യൂസിൽ വന്ന ഒരു കട്ടിങ് ആണ് ഇത്. അത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി 2 മിനിറ്റ് മാത്രം. ആണവ ഭീഷണി, അമേരിക്കയുടെയും റഷ്യയുടെയും ഹൈഡ്രജൻ ബോംബുകളുടെ ഭീഷണികൾ ഒക്കെ ഇതെല്ലാം സ്തോത്രമില്ല പരിസ്ഥിതിയെ മാറ്റുന്നതിന് ഇടയാക്കി. പരിസ്ഥിതി മാറുന്നു, ചൂട് കൂടുന്നു, മഞ്ഞുരുകുന്നു, അണുവായുധങ്ങൾ വർദ്ധിക്കുന്നു, അമേരിക്കയുടെ ഉത്തര കൊറിയയുടെ വെല്ലുവിളികൾ, സമുദ്രജലം കൂടുന്നു, കമ്പനിയിൽ നിന്നുള്ള പുകകൾ വർദ്ധിക്കുന്നു, ഹിമാലയം ഒഴുകുന്നു, പരിസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകും. അപ്പൊ ലോകത്തിന്റെ ഘടികാരത്തില് പറഞ്ഞിരിക്കുന്ന 2 മിനിറ്റ് 30 സെക്കൻഡ് മാത്രം ലോകാവസാനത്തിന്. സ്തോത്രം. ഇത് കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് ഇത് നടന്നിരിക്കും. നീ വരാൻ പോകുന്നത് ചിപ്പാ. സ്തോത്രം. ചിപ്പ് പിടിപ്പിക്കുക. അപ്പോ ഒരാൾക്ക് ഒരു ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേര് അത് ഒരുവൻ മതി അതിനെ നിയന്ത്രിക്കാൻ. 8-10 പേര് വേണ്ട. ഒരു മാളിലൊക്കെ 8-10 പേര് വേണ്ട. ഒരേ ഒരു ആള് മതി. ഒരു സ്ഥാപനത്തിൽ 500 പേരുണ്ടെങ്കിൽ 300 പേരുള്ളെങ്കിലും അവരെ നിയന്ത്രിക്കാൻ ഒരാൾ മാത്രം മതി. കാരണം ഈ ജോലിക്കാരുടെ കയ്യിലെല്ലാം ചിപ്പ് വെച്ച് കഴിയുമ്പോൾ ഇവരെ നിയന്ത്രിക്കാനിട്ട് ഒരാൾ മാത്രം മതി. സ്തോത്രയുടെ ഇവര് ചിപ്പ് വെച്ച് ഇവരൊക്കെ സൂപ്പർമാന്റെ പവറാണ്. കാരണം ചിപ്പ് വെച്ചവർക്ക് ഇനി ഡോറിന് താക്കോല് വേണ്ട. ചിപ്പ് കാണിച്ചാൽ മതി ഡോറ് തുറക്കും. ചിപ്പ് കാണിച്ചാൽ മതി വണ്ടിയുടെ ഡോറ് തുറക്കും. സ്തോത്രം. കള്ളന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നീ വരാൻ പോകുന്നത് ചിപ്പ്. അതിനു മുമ്പായിട്ട് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടും. ഇവിടുന്ന് ഒരു ഉൾപ്രാവണം നടക്കും. അന്ന് വിശുദ്ധന്മാർ ഇവിടുന്ന് രൂപാന്തരം പ്രാപിക്കുകയും മരിച്ച വിശുദ്ധന്മാർ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോവുകയും ചെയ്യും. കർത്താവിന്റെ വരവ്, കർത്താവ് രഹസ്യ പ്രത്യക്ഷതയിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. സ്തോത്രം. ഇതെല്ലാം കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ഏത് നിമിഷവും കാഹളനാദം മൂതും. അന്ന് വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റ് പോവുകയും ചെയ്യും. സ്തോത്രം.